மெல்ல விடை கொடு மனமே, இந்த நினைவுகள் கனமே. தாய் மண்ணே செல்கின்றோம் தூரம் தூரம். இங்கு உறவுகள் பிரிவுகள் வருதே, சில அழகிய வழிகளும் தருதே. போகின்றோம் தூரம் தூரம். என்னை விட்டு செல்லும் உறவுகளே, உயிர் தொட்டு செல்லும் உணர்வுகளே, போய் வரவா. ഹായ്, നെഞ്ചിൽ കുടിയിരിക്കും എല്ലാവർക്കും വണക്കം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദ ലാസ്റ്റ് ഡാൻസ് വിജയ് തളപതിയുടെ ലാസ്റ്റ് മണിക്കൂറിലേക്ക് കാത്തിരിപ്പിലേക്ക് വന്നേക്കുന്നത്. അതായത് ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മളെല്ലാം ഒരുപാട് സ്നേഹിക്കുന്ന വിജയ് അണ്ണൻ്റെ ലാസ്റ്റ് മൂവി ജനനായകൻ റിലീസ് ചെയ്യാനായിട്ട്. വിജയ് എന്ന താരത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എനിക്കും നിങ്ങൾക്കും നമുക്ക് ചുറ്റിനുള്ളവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. കാരണം നമ്മുടെ എല്ലാം ചെറുപ്പവും പുള്ളീനെ അടുത്തറിഞ്ഞ് പുള്ളിയുടെ സിനിമകളും പാട്ടുകളെല്ലാം ഹിറ്റായ കാലം തൊട്ട് തന്നെ എല്ലാവരുടെയും മനസ്സിൽ പുള്ളി സ്വന്തം വീട്ടിലൊരു ആളായിട്ടാണ് എല്ലാവരും കാണുന്നത്. അങ്ങനെ ചില അനുഭവങ്ങളിൽ എനിക്ക് ചെറുപ്പം തൊട്ടുള്ള ഒരു ചെറിയ അനുഭവമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. 1999 അന്നാണ് ഈ തുള്ളാതവനും തുള്ളും എന്നുള്ള പടം റിലീസ് ചെയ്യുന്നത്. അന്ന് എനിക്ക് 9 വയസ്സ്. ഞാൻ നമ്മുടെ ബന്ധുവിൻ്റെ വീട്ടിൽ പോയിരിക്കണം, തൈക്കാവിൽ. അപ്പോൾ അവിടെ വെച്ചാണ് ഈ തുള്ളാതവനും തുള്ളുന്ന സിനിമ ടി വിയിൽ വരുന്നത്. അമ്മമാരും കുട്ടികളും പ്രായമായവരും കുട്ടികളെല്ലാം കൂടി ഒത്തൊരുമിച്ചിരുന്ന തമിഴ് സിനിമ കാണുന്നു. അന്നൊരു തമിഴ് സിനിമ കാണുക എന്ന് പറഞ്ഞാൽ ഒരു കൗതുകമാണ്. എനിക്കൊന്നും ആ സമയത്ത് തമിഴിനെ കുറിച്ചൊരു ജ്ഞാനമൊന്നുമില്ല. കാരണം വിജയ് ആരാണ് അറിയില്ല. അതിനകത്ത് പാട്ടുകളെല്ലാം ഹിറ്റായി. പിന്നെ ഓരോ ഫങ്ഷൻസിലൊക്കെ ഈ പാട്ടുകൾ വെക്കുന്നു. അപ്പോഴും വിജയിനോട് നമുക്ക് ആ സിനിമയിൽ അഭിനയിച്ചൊരു നായകൻ എന്നുള്ളൊരു ഇതുള്ളൂ. ഞാൻ ചെറുപ്പമാണ്, 9 വയസ്സുള്ളൊരു പയ്യനാകുമ്പോഴത്തേക്ക് അതിൻ്റേതായ അറിവല്ലേ ഉള്ളൂ. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. അപ്പോൾ ഈ ആദ്യമായിട്ട് കാണുന്ന സിനിമ അത് തന്നെ ആയിരിക്കണം, തുള്ളാതവനും തുള്ളും. അത് കഴിഞ്ഞിട്ട് 2004 അതിൻ്റെ ഇടയിൽ തമിഴ് സിനിമകളൊന്നും കാണാനായിട്ട് താല്പര്യം എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഭാഷ അറിയില്ല. പിന്നെ വിജയനെ കാണാനൊക്കെ ആ സമയത്തൊക്കെ നമുക്കൊരു അംഗീകരിക്കാനായിട്ടൊക്കെ ഒരു മടിയായിരുന്നു. നമ്മുടെ അയൽപക്കത്ത് തമിഴ് സ്വദേശികളും താമസിച്ചു. അവരിലൂടെ ഒരുപാട് വിജയിനെ കുറിച്ചുള്ള അറിവുകൾ കിട്ടി. 2004 ഞാൻ അൽഫുർക്ക സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കാൻ കയറുമ്പോഴത്തേക്കാണ് വിജയ് തരംഗം. ആ സമയത്താണ് ഗില്ലി എന്ന് പറയുന്ന സിനിമ വന്നത്. ഗില്ലി വന്നിട്ട് ഗില്ലിയിലെ പാട്ടുകളെല്ലാം ഹിറ്റ്. എല്ലാവരും കാണുന്നവരൊക്കെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ. ഗില്ലി അപ്പോട് പോട് കൊക്കരക്കോ അതിനൊക്കെ ഉപരി അജിനൊരു വില്ലി. എൻ്റെ മോനെ ആ പാട്ട് ആ ടി വിയിലൊക്കെ കാണുമ്പോഴത്തേക്ക് അതിശയിച്ച് നിന്നിട്ടുണ്ട്. അന്നും എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ടി വി DVD CD-കളൊന്നുമില്ല. അപ്പോൾ ഒരിക്കലും നമ്മുടെ സുഹൃത്ത് കൊണ്ടുതന്നു, നീ ഇത് എവിടെയെങ്കിലും കൊണ്ട് ശനിയാഴ്ച കൊണ്ടുതന്നു, ശനിയാഴ്ച കാണാനായിട്ട് വെള്ളിയാഴ്ച ക്ലാസ്സിൽ കൊണ്ടുതന്നു എനിക്ക്, നീ കൊണ്ടുപോയി കാണും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അയൽവക്കത്തെ വീട്ടുകാരോട് നേരത്തെ പറഞ്ഞ് ഈ പറഞ്ഞ ഗില്ലി CD ആയിട്ട് തന്നു. അവിടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല പടം. അങ്ങനെ എല്ലാ ആഴ്ചകളും അത് മേടിക്കാൻ തുടങ്ങി ഈ CD-കൾ. നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ തന്നെ പോയിരുന്ന് കണ്ടുകൊണ്ടിരുന്ന വെച്ചാൽ അവർക്കും മടുപ്പില്ല, ഞങ്ങൾക്കും മടുപ്പില്ല. ഞങ്ങൾ പോയി കാണാൻ തുടങ്ങി. പിന്നെ എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ CD DVD മേടിച്ചു. എന്നിട്ട് ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തു, ആ CD റൈറ്റ് ചെയ്തെടുത്തു. അതിൻ്റെ ഒരു ചെറിയ ഓർമ്മകളിലേക്കാണ് പോണത്. CD അല്ല, DVD. ഗില്ലി, ജില്ല, സർക്കാർ, കാവലൻ, കത്തി, തെറി, വേട്ടക്കാരൻ, തലൈവ,
സുറ. സുറേനെ കുറിച്ച് സുറ ഒരു മെയ് ദിനത്തിനായിട്ട് പോയതാണ്. മെയ് ദിനത്തിൻ്റെ അവധിയിലാണ് പോയത്. പോകണ്ടായിരുന്നു ആയിപ്പോയി. ഈ പടം തുടങ്ങിയപ്പോഴത്തേക്കും സരിതയിൽ ഇടയ്ക്ക് വെച്ച് കറണ്ട് പോയി ഒരു 10-20 മിനിറ്റ്. ആ കറണ്ട് പോയിട്ട് പൈസ തിരികെ തന്നെ വെച്ചാലും കുഴപ്പമുണ്ടായില്ല. അതുപോലെ വെറുപ്പില്ലായിരുന്നു പടം. പക്ഷെ അതിനകത്ത് പുള്ളി കാത്തുവെച്ച കുറേ രാഷ്ട്രീയ കഥകളൊക്കെ അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. പിന്നെ സച്ചി ഫേവറേറ്റ് മൂവിയാണ് ഇന്നത്തെ എന്നുമുള്ളത്. പിന്നെ വേറെ ഇത് സിന്ദൂര പാടി അതൊന്നും കണ്ടിട്ടില്ല. വില്ലി മുറ്റുപടമല്ല, പാട്ടുകൾ കൊള്ളാം. അതെ, ഇതാണ് തിരുപ്പാച്ചി. ഒരു രക്ഷയില്ല. ഇത് വനിതാ വിനിതയിൽ റിലീസ് ചെയ്ത പടമാണ്. ഒരു 50 ദിവസത്തോളം ഈ സിനിമ വനിതാ വിനിതയിൽ ഓടി. വനിതാ വിനിതയിൽ ഓടിയിട്ട് ഈ സിനിമ വൻ വിജയം മാറി. അതിനുശേഷം വനിതാ തിയേറ്റർ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെയുള്ളത് ആദി ഇവിടെ വീട്ടിൽ 100 ദിവസമൊക്കെ ഓടിയേക്കുന്ന സിനിമയാണ്. ഇതൊക്കെ ഇപ്പം തപ്പിപ്പിടിച്ചുകൊണ്ട് വന്നേക്കതാണ്. ഇത് ഞാൻ വരാപ്പുഴ മാർക്കറ്റിൽ നിന്ന് ആ സമയത്ത് വിജയുടെ സോങ്ങുകളെല്ലാം ഞായറാഴ്ചയുള്ള ഒരു കച്ചവടക്കാരൻ വരും, CD DVD ഒക്കെ. അവിടെ നിന്ന് 50 രൂപ 30 രൂപ എങ്ങാണ്ടും കൊടുത്ത് മേടിച്ചതാണ് ആ സമയത്ത്. പിന്നെ ശിവകാശി, സൊല്ലിയടിക്കുന്നത് ഗില്ലി, സൊല്ലാവതടിക്കുന്നത് തിരുപ്പാച്ചി, സൊല്ലിയും സൊല്ലാവതടിക്കുന്നത് ശിവകാശി. ആ സിനിമയുടെ ഡയലോഗാണ്. അങ്ങനെ നിരന്തര സിനിമകൾ വിജയുടെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. നിരന്തര സിനിമകൾ വന്നുകൊണ്ടിരുന്നിട്ട് ചിലത് ഹിറ്റാവും, ചിലത് സൂപ്പർ ഹിറ്റാവും, ചിലത് ബ്ലോക്ക് ബാസ്റ്റർ ആവും, ചിലത് ഫ്ലോപ്പാവും. പക്ഷെ അതൊന്നും നമുക്ക് വിഷയമല്ല. പുള്ളിയുടെ സിനിമയിലെ പാട്ടുകൾ, വീഡിയോ സോങ്സ് എല്ലാം നമുക്കെല്ലാവർക്കും പ്രിയങ്കരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമകൾ തോറ്റാലും നമ്മൾ പാട്ടുകൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നീട് ഒരു കാലഘട്ടത്തിൽ പുള്ളി ആവർത്തന വിരസത പടങ്ങൾ, പിന്നീട് രക്ഷകനായി വന്ന് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പിടിച്ചിരിക്കണമല്ലോ രക്ഷകൻ റോൾ എന്നുള്ളത്. എന്നാലും നമ്മൾ പരമാവധി പിടിച്ചു നിൽക്കും അല്ല. പക്ഷേ എന്തൊക്കെ ആവർത്തന വിരസനം എന്ന് പറഞ്ഞാലും കളക്ഷൻ പുള്ളിയുടെ പടത്തിന് മസ്റ്റാണ്. പിന്നെ ഒരു എന്താ പറയുക, ഒരിക്കലും ഇത് നമ്മുടെ തുപ്പാക്കി ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ രാവിലെ പോയി. 12 മണിക്കത്തെ ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല, ഫുള്ളായി പോയി. അതിനുശേഷം ആ 2.5 മണിക്കൂർ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ഞാനും എൻ്റെ കൂട്ടുകാരൻ ഇതിനും കൂടി അവിടെ വെയിറ്റ് ചെയ്തിട്ട് ആ 2.5 മണിക്കൂർ ക്യൂവിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഒന്നും അവിടെ ഇരുന്ന് 2:30 ഷോയ്ക്ക് അങ്ങനെയാണ് പടത്തിനായിരുന്നു. പടം ഗംഭീര ഹിറ്റായിരുന്നു. ആ പടത്തിലാണ് ആദ്യമായിട്ട് ഐ ആം വെയിറ്റിങ് ആ സാധനം കൊണ്ടുവന്നത്. പിന്നീട് കാലങ്ങൾ കടന്നുപോയി. പിന്നെ ഞങ്ങളെന്ത് ലിയോ കാണാനായിട്ട് ഞങ്ങൾ സുഹൃത്തുക്കളും എല്ലാവരും കൂടി, അന്ന് ആരൊക്കെയായിരുന്നു, നമ്മുടെ സജി PS കണ്ണനുണ്ടായിരുന്നു, പിന്നെ ആരൊക്കെയാണ്, അളിയൻ ജാക്സൺ ഉണ്ടായിരുന്നു, പിന്നെ ഹരീഷ് ഉണ്ടായിരുന്നു, പിന്നെ അനിയൻ കണ്ണനുണ്ടായിരുന്നു, പിന്നെ വേറെ ആരൊക്കെയോ ഉണ്ടായിരുന്നു. ഇത്രയും പേര് എന്തായാലും ഉണ്ടായിരുന്നു. നൗഫലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി പടം കണ്ട് നമ്മൾ തലേദിവസം നമ്മുടെ ഒരു സുഹൃത്താണ് അവിടെ സായി പരിമളം തിയേറ്ററിലാണ് പടം ബുക്ക് ചെയ്തത്. ആ പടം ബുക്ക് ചെയ്തിട്ട് അവിടെ തന്നെ പടം കണ്ട് തലേദിവസം പോയി ഞങ്ങൾ സ്റ്റേ ചെയ്തു. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ റെഡിതാ വരവാ ആ സാധനമൊക്കെ വെച്ചാണ് ബോക്സ് വെച്ചിട്ടും പോയത്. അപ്പോൾ അവിടുത്തെ അണ്ണന്മാർ അണ്ണേ നിങ്ങൾ കേരളത്തിൽ കൊച്ചിയിൽ നിന്ന് വന്ന് ചെയ്യാമെന്ന് പറ്റും. ഞങ്ങൾ അങ്ങനെ വരെയാണ് ഇത് കണ്ണേ അങ്ങ് കാലയിൽ 7 മണിക്ക് 4 മണിക്കെല്ലാം ഷോ ഇருக்கு, നിങ്ങൾ ഇതുക്ക് 10 മണിക്ക് ഇങ്ങനെ ഷോ വന്നിരിക്കുക. കാരണം അവരുടെ ഷോ 10 മണിക്കാണ് അനുവദിച്ചേക്കണത് ഗവൺമെൻറ്. നമുക്ക് വെളുപ്പിന് 6 മണിക്ക് 7 മണിക്കായിട്ട് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടാൽ പോലെയായിരുന്നു അവർ പറഞ്ഞു. ഞാൻ നിങ്ങളിലൊപ്പം കാണാൻ വന്നതാണ്, അപ്പോൾ നിങ്ങളിലൊപ്പം ആസ്വദിക്കാൻ. അപ്പോൾ ഭയങ്കര സന്തോഷം. വാങ്ങ ഇനിയും മനു എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര നമ്മളെ സന്തോഷിപ്പിച്ച്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പടം കാണുമ്പോൾ തന്നെ ഇവിടെ റിവ്യൂസ്, അളിയൻ ജാക്സൺ ഫോണിലിരുന്നൊക്കെ റിവ്യൂസൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു മിണ്ടാണ്ട് ഞങ്ങൾ ഫോൺ നോക്കില്ല, പടം കാണുമ്പോൾ കണ്ടാൽ മതി. അപ്പോൾ ആ പടം കഴിഞ്ഞ് നേരെ ഒരു കാര്യം വെച്ചാൽ ഞങ്ങളെ കേരളത്തിൽ നിന്ന് വന്നാൽ ഞങ്ങളെ 5 പേരെ 4 പേരെ 6 പേരായിട്ട് അതിൻ്റെ അകത്തേക്ക് കയറ്റിയതിന് ശേഷവും ഇവർ ബാക്കി അവരുടെ ഫാൻസായിട്ട് കയറ്റിയത്. തിയേറ്റർ ഉടമ പറഞ്ഞ് ഞങ്ങളെ കയറ്റിയിട്ട് മാത്രം ബാക്കിയുള്ളവർ. പിന്നെ അവർ തിയേറ്ററിനകത്ത് കയറി ഒന്ന് പറയുകയും ചെയ്തു സിനിമ തുടങ്ങുമ്പോൾ നിങ്ങൾ സിനിമ മാത്രം കാണുക, സിനിമയിലെ തിയേറ്ററിന് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകരുത്. കാരണം അതിൻ്റെ ട്രെയിലർ ലോഞ്ചിൽ ഏതൊരു തിയേറ്ററിൽ തമിഴ്നാട്ടിൽ നല്ല നാശനഷ്ടം സംഭവിച്ചത്. അതുകൊണ്ട് അവർ പറഞ്ഞു അവരെ കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, നന്നായിട്ട് അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പോയി. പിന്നെ ഞങ്ങൾ അതിന് ശേഷം ജനനായകൻ ജനുവരി 9 പോകാനായിട്ട് 8 ജനുവരി 8 തീയതി തലേദിവസം
ഞാനും എൻ്റെ സുഹൃത്ത് സജയും കണ്ണൻ അവനായിട്ട് ഇങ്ങനെ പോകാനായിട്ട് ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം ടിക്കറ്റും ബുക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കനാണ്. അപ്പോഴത്തേക്കും രാത്രി ഒരു 9:30 തേച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അവൻ ഓൾറെഡി റെഡിയായി നിൽക്കുകയാണ്. 9:45 നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഇറങ്ങിയത്. കാരണം 11:50 12:50 ട്രെയിൻ അമൃത എക്സ്പ്രസ്. അപ്പോൾ അതിന് നോർത്തിൽ പോകാൻ നമുക്ക് പോകണ വഴിക്ക് ഭക്ഷണമൊക്കെ വെച്ച് പോകാമെന്നൊക്കെ നോക്കിയപ്പോഴത്തേക്കും പടം ക്യാൻസൽ. ചേട്ടാ എന്ത് ചെയ്യാനാണ്, ഒന്നും ചെയ്യാനില്ല. കാരണം നമുക്ക് നിവൃത്തിയില്ല, പടം ക്യാൻസൽ ചെയ്തൊന്നും പ്രശ്നമില്ല. പിന്നെ രാഷ്ട്രീയം അതിൻ്റെ പ്രശ്നങ്ങളായി. പിന്നെ ഏപ്രിലിൽ വ്യാജ പ്രിൻ്റ് ഇറങ്ങുന്നു, ടെലിഗ്രാമിലൊക്കെ ലിങ്കുകൾ വരുന്നു. നമ്മളപ്പോഴും വെയിറ്റ് ചെയ്ത്, നമുക്കറിയാം ഇത് ഇന്നല്ലെങ്കിൽ നാളെ പടം റിലീസ് ചെയ്യും, തിയേറ്ററിൽ വരും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ തിയേറ്ററിൽ വരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാനുള്ള ആവശ്യം കൂടി. അങ്ങനെ എല്ലാത്തിനും വിരാമം ഇട്ടുകൊണ്ട് ജൂലൈ 23 നാളത്തെ ഒരു പ്രത്യേക ദിവസമാണ്. കാരണം നാളെ സൂര്യയുടെ ബർത്ത്ഡേയാണ്, അതിലുപരി എൻ്റെ മകൻ്റെ ബർത്ത്ഡേയാണ്. കാരണം ജൂലൈ 23 എൻ്റെ ആദ്യത്തെ മകൻ യുവി അതിൻ്റെ പിറന്നാൾ ദിവസമാണ്. അപ്പോൾ വളരെയധികം സന്തോഷമാണ്. ഇതിന് മുന്നേ ഒരു സന്തോഷം ഉണ്ടായിരുന്നു, എൻ്റെ വിവാഹ ദിവസം മെർസലിൻ്റെ അന്നാണ് എൻ്റെ വിവാഹം നടന്നത്. അപ്പോൾ വിവാഹ ദിവസം പോയപ്പോഴത്തേക്ക് അന്നത്തെ ദിവസം എനിക്ക് കാണാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ഞാനും വൈഫും കൂടി ഫോട്ടോഷൂട്ട് ഉണ്ടെന്നും പറഞ്ഞ് നേരെ ചാടി ലുലു പോയാണ് പടം കണ്ട്. അത് വല്ലാത്ത അനുഭവമായിരുന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വേളാങ്കണ്ണി യാത്ര ചെയ്തായിരുന്നു. വേളാങ്കണ്ണി പഴനി യാത്ര ചെയ്തപ്പോഴത്തേക്കും ഞാൻ നാഗപട്ടണത്ത് പോയി വീണ്ടും ആ പടം കണ്ട് മെർസൽ. അത് എന്താ പറയുക, അന്നത്തെ അതൊക്കെ നമുക്കൊരു അനുഭവം. വിജയിയുടെ തമിഴ്നാട്ടിലൊരു മൂവീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു വലിയ അനുഭവമാണ്. പക്ഷേ ഈ തവണ ഞാൻ എന്ത് ചെയ്തു, പോകാനായിട്ടുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ എറണാകുളത്തെ കവിത തിയേറ്ററിൽ 6 മണിക്കത്തെ ഷോയ്ക്കാണ് ബുക്ക് ചെയ്തേക്കണം. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് സിനിമ ഇറങ്ങാനായിട്ട്. കാത്തിരിക്കാൻ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. പക്ഷേ വിജയം തോൽവി അതൊന്നും നമ്മൾ ബാധിക്കുന്നില്ല. കാരണം വിജയുടെ ലാസ്റ്റ് മൂവി അത് നമ്മൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത് ആഘോഷമാക്കി വരിക, അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. കാരണം നമുക്ക് എത്ര സന്തോഷം, എത്ര പുള്ളിയുടെ സിനിമകൾ നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം പല മോട്ടിവേഷനും പല ഡയലോഗുകളും നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു അനുഭവമായിട്ട് തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നല്ല കാര്യങ്ങൾ. ചീത്ത കാര്യങ്ങൾ, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ തന്നെ മാറിയിടക്കണം. പുള്ളി പറഞ്ഞ പോലെ നദി പോലെ അതിൻ്റെ പാട്ടിൽ പോയിട്ടേ ഇരിക്കണം. വണങ്ങണവരും കല്ലെഴുന്നവരും എല്ലാം ഉണ്ടാവും. നമ്മൾ നമ്മുടെ പാട്ടിന് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ CM വിജയ് സാറിന് ഒരുപാട് ആശംസകൾ നേരുന്നു. ഇനി ബാക്കി വിശേഷങ്ങൾ നാളെ പടം കണ്ടു കഴിഞ്ഞിട്ട് പറയാം. നാളെ 6 മണിക്കാണ് കവിതയിൽ ഷോ. അത് കഴിഞ്ഞിട്ട് രാത്രി 8:30 വരാപ്പുഴയിൽ ഫാമിലിയായിട്ട് പോകാനായിട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവരെയും കാണിക്കണമല്ല, കാരണം മോൻ വിജയ് ഇതിൽ പാട്ടെന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത, അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നാളെ അവനെയും കൊണ്ടുപോയി കാണിക്കണം. അപ്പോൾ നമുക്ക് നാളെ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി അവിടുത്തെ വീഡിയോസും എല്ലാം കണ്ടിട്ട് എല്ലാ വീഡിയോസുകളൊക്കെ എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ലാസ്റ്റത്തെ ആഘോഷം, ലാസ്റ്റത്തെ മണിക്കൂറുകൾ മാത്രം. അപ്പോൾ എല്ലാവർക്കും